എന്നായിരുന്നു ആദ്യം ബുള്ളറ്റ് ഓടിച്ചത്? ഓർമ്മയില്ല. പക്ഷേ ഇടതുവശത്ത് ബ്രേക്കും വലതുവശത്ത് ഗിയർ ഷിഫ്റ്റും, കുട്ടി ന്യൂട്രൽ ഗിയറും കംപ്രഷൻ സെറ്റ് ചെയ്ത് ആ നാക്കിലടുത്തുള്ള സ്റ്റാർട്ടിങ്ങും പഴയ ബുള്ളറ്റിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഫീഷ്യലായിട്ട് ബുള്ളറ്റ് ഓടിക്കുന്നത് 2013 ജൂണിലാണ്. അന്ന് ഓടിച്ചത് ബുള്ളറ്റ് 500 ആയിരുന്നു. 500cc ബുള്ളറ്റുമായി കൊച്ചി കായലിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഓവർടേക്ക് മാഗസിന് വേണ്ടിയാണ് അന്ന് കറങ്ങി നടന്നത്. എനിക്ക് ബുള്ളറ്റ് വികാരമൊന്നും ആയിരുന്നില്ല. മാത്രവുമല്ല, ഞാനൊരു വികാരം ഫാനൊന്നുമല്ല. ബുള്ളറ്റിനോടൊരു ഇഷ്ടമുണ്ട്, ഒരു കൗതുകമുണ്ട്, കൂടാതെ ആ ഒരു പഴയ ബുള്ളറ്റ് ഓടിക്കുന്ന സാഹസികതയുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇടതുവശത്ത് ബ്രേക്കും വലതുവശത്ത് ഗിയറുമായിട്ടുള്ള ആ ഒരു മാറ്റമുള്ള വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ഇതൊക്കെ പഴയ കാര്യങ്ങളായിരുന്നെങ്കിൽ 2013 ഞാൻ ഓടിച്ച ബുള്ളറ്റ് തികച്ചും കാലികമായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ബുള്ളറ്റുകളുടെ കൂടപ്പിറപ്പായ പ്രശ്നങ്ങളൊക്കെ തന്നെ ആ ബുള്ളറ്റ് നിലകൊണ്ടിരുന്നു. അതൊക്കെ ഇനി പഴയ കഥ. ഇത് ഏറ്റവും പുതിയ ക്ലാസിക് 350 ആണ്. അതായത് മീറ്റിയോർ കണ്ട എഞ്ചിനുള്ള ഏറ്റവും മികച്ച ബുള്ളറ്റ് എന്ന് പറയാവുന്ന ക്ലാസിക് 350. ക്ലാസിക് 350 റൈഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയാം. അതായത് 2 മോഡലുകളുണ്ട്. ഡ്യുവൽ ചാനൽ എബിഎസും സിംഗിൾ ചാനൽ എബിഎസും ഉള്ള 2 മോഡലുകളുണ്ട്. 1,84,000 രൂപയിലാണ് അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയുടെ കളർ, അതായത് ക്രോം റെഡ് എന്ന് പറയുന്ന കളറാണ്. നല്ല മനോഹരമായ ഒരു കളറാണ്. ആകെ ഒരു കളറിൽ കണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പോയിരുന്നാലും ക്യാമറ കൊണ്ടിരുന്നാലൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണാവുന്നതാണ്. ഒരു കൗതുകത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പോസ്റ്റർ തികച്ചും നല്ലതാണെന്ന് തോന്നി. അതായത് സാധാ ക്ലാസിക്കൽ അല്ലെങ്കിൽ പഴയ ബുള്ളറ്റൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാല് ടാങ്കിൽ ഉറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലാഡിങ് ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു കാല് നമുക്കവിടെ ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉയരത്തെക്കുറിച്ച് പറയണം. അത്യാവശ്യം നിലത്തേക്ക് കാലത്തിനകത്തിലാണ് എനിക്കൊക്കെ വണ്ടിക്കകത്തിരിക്കാൻ പറ്റുക. കൂടാതെ നല്ല സ്മൂത്തായ സീറ്റുമാണ്. ഇനി ബുള്ളറ്റിൻ്റെ തനതായ ഒരു സ്വഭാവമായിരുന്നല്ലോ വിറയൽ. അത് ക്ലാസിക് 350 അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് പുതിയത്. അതായത് മീറ്റിയോർ കണ്ട ഈ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിക്ക് തികച്ചും സ്മൂത്തായ ഒരു നാച്ചർ നൽകുന്നത്. ഞാൻ ഏകദേശം എല്ലാ ഗിയറിലും റെഡ് ലൈൻ ചെയ്തെന്ന് പറയുമ്പോൾ റെഡ് ലൈൻ ചെയ്യാനാവുന്ന ഒരു ബുള്ളറ്റ് എന്ന് കൂടി ഈ ഒരു ക്ലാസിക് 350 പറയണം. അതായത് എഞ്ചിൻ നോക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ. മുൻപ് ഞാൻ പഴയ ക്ലാസിക് ഓടിച്ചപ്പോൾ ഒന്ന് റെഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, റെഡ് ലൈൻ ചെയ്യുന്നത് എന്തിനാണുള്ളത് വേറെ ക്വസ്റ്റനാണ്, താഴെ വരുന്നത് എനിക്കറിയാം. എന്നാലും അങ്ങനെ ചെയ്തപ്പോൾ ഒരു കിണി സൗണ്ട് അകത്ത് കേട്ടത് നോക്കിങ് സൗണ്ടാണത്. അപ്പോൾ ഇതും 350cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്ടർ എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എഞ്ചിൻ്റെ സ്വഭാവം തികച്ചും മാറിയിട്ടുണ്ട്. 20.2 bhp 27 Nm, അതാണ് എൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ ഹാൻഡ് ലോക്ക് ആ ഒരു കീ തന്നെയാണ്. അതായത് റൈറ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കൗതുകമായിട്ട് പറഞ്ഞാണ്. എന്നാലും ആ ഒരു കൗളിൽ ആ ഒരു കീക്കകത്ത് ആ ഒരു ഹാൻഡ് ലോക്ക് അവർ ഒപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കൂടാതെ ഒരു ഡിസ്പ്ലേ കൂടി ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ട്രിപ്പ് മീറ്ററുകളും ഫ്യൂൽ മീറ്ററും ഉണ്ട് എന്നുള്ളത് ശരിക്കും ബുള്ളറ്റിനെ കൂടുതൽ ആധുനികമാക്കുന്നുണ്ട്. അതായത് പണ്ടുള്ള ബുള്ളറ്റുകളൊക്കെ തന്നെ ബുള്ളറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് 350 ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ. എന്നാലും ആ ഒരു ബുള്ളറ്റുകളൊക്കെ തന്നെ ഫ്യൂൽ മീറ്റർ ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് ഞാനെങ്കിലും പറഞ്ഞിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫോർ ദാറ്റ് മാറ്റർ. പക്ഷെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം റോയൽ എൻഫീൽഡ് പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹരിച്ചപ്പോൾ എനിക്ക് തോന്നി കീയുടെ ആ ഒരു ലോക്ക് വെച്ചിട്ടുള്ള ആ ഒരു കാര്യം അതൊരു ബ്രില്യൻസ് ആണ്. കാരണം അത് ഒരു ഇത്തിരി പണിപ്പെട്ട് കാണും അവർ. അതുകൊണ്ടായിരിക്കും റൈറ്റിലേക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഫ്യൂൽ മീറ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് കള്ളത്തരം കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമില്ല. അതായത് ഒരു ഫ്യൂൽ മീറ്റർ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ ആ ഒരു ക്ലാസിക് 350 രൂപത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ടോപ്പ് സ്പീഡ് ഒരുപാടൊന്നുമില്ല. 3 ഡിജിറ്റ് സ്പീഡ് നമുക്ക് എത്താമെന്നുള്ളത് തന്നെ ഉള്ളൂ. ആ ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകാൻ. അപ്പോൾ ഒരു 6ാമത്തെ ഒരു ഗിയർ ഉണ്ടായിരുന്നു, നന്നായിരുന്നു തോന്നി. അതൊരു പോരായ്മയായിട്ട് പറയല്ല, പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ. സൗണ്ടൊക്കെ മികച്ച സൗണ്ടാണ്. അതായത് ഈ ഒരു എഞ്ചിൻ്റെ സൗണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ആ ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നത്. ബുള്ളറ്റിൻ്റെ തനതായ സൗണ്ട് ഇല്ല എന്നുള്ളത് ചിലരെങ്കിലും പറയുമെങ്കിലും എനിക്കതൊരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. റിഫൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഓടിക്കാനുള്ള ഒരു ഫണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയണതൊരു കാര്യം, ഈ ഒരു ക്ലാസിക് 350 ബ്രേക്കുകളാണ്. മുൻപിൻ ഡിസ്ക് ബ്രേക്കുകളൊക്കെ കൂടുതലുണ്ട്. അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് പിടിക്കുമ്പോൾ. അതായത് പിടിച്ചാൽ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കൂടാതെ സസ്പെൻഷൻ മികച്ചാണ്, നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. അത് ബുള്ളറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളൊരു കോർണറിലൊക്കെ ചെരിച്ചെടുത്ത് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല കംഫർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സീറ്റുകൾ പ്രശംസ അറിയിക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ബുള്ളറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല സീറ്റുകളാണ് ക്ലാസിക് 350. മീറ്റിയോറിൽ ഞാനത് കണ്ടു. മീറ്റിയോറിൻ്റെ സീറ്റ് നല്ല സീറ്റായിരുന്നു. ക്ലാസിക് 350 സീറ്റ് കുറച്ചുകൂടി സോഫ്റ്റാണ്. അതായത് കുറേ സമയം വണ്ടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ചൂടാവുന്നൊന്നുമില്ല. അതായത് പിൻഭാഗം ചൂടാവുന്നില്ല.
ഇപ്പോൾ ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ വണ്ടി 1-2 റൗണ്ട് ഓടിച്ച് റിവ്യൂ ചെയ്തല്ലോ. നമ്മൾ ഈ ഒരു വണ്ടി കയ്യിൽ വെച്ച്, ഞാൻ ആ പോസ്റ്റ് ആയിരുന്നു, കയ്യിൽ വെച്ച് അതിന് ശേഷം നമ്മൾ കുറേ ദൂരം ഓടിച്ചു. അപ്പോൾ ഞാനത് വെറുതെ എടുത്ത് ഒരു 100 കിലോമീറ്റർ ഓടിച്ചു വന്നു. എനിക്ക് കാര്യമായിട്ടുള്ള ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല. വണ്ടി ഓടിച്ചു പോകാനായിട്ട് നല്ലൊരു ഫീലും ഫണ്ണും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബുള്ളറ്റ് കാലികമായപ്പോൾ അല്ലെങ്കിൽ ബുള്ളറ്റ് ആധുനികമായപ്പോൾ ഫ്യൂവൽ മീറ്ററും ട്രിപ്പ് മീറ്ററും മാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹിമാലയൻ കണ്ട അല്ലെങ്കിൽ മീറ്റിയോർ കണ്ട ആ ഒരു ട്രിപ്പർ മീറ്റർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ ട്രിപ്പർ മീറ്റർ എന്താ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പലപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ട്രിപ്പർ ടീം എന്ന് പറയുന്ന ആ ഒരു ടേൺ ബൈ ടേൺ നാവിഗേഷൻ പോകണമെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കാണ് റൈറ്റിലേക്കാണൊക്കെ പോകേണ്ടതൊക്കെ ആ ഒരു ആപ്പ് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കൂടാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെൽമെറ്റ് ഇടാനുള്ള ആ ഒരു കോഷൻ വാണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട്. കൂടാതെ ഒരു ക്ലോക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഭംഗി തന്നെയാണ് ആ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗം റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുള്ളത്. അത് പ്രശംസ അറിയിക്കുന്ന കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിലൊരു പോരായ്മയായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ചേസിസ് നമ്പർ വെച്ചിട്ട് ആ ആപ്പിൽ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസിക് 350യുടെ ആ ഒരു ട്രിപ്പർ മീറ്ററിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷേ ഞാനത് മീറ്റിയോറിലും അല്ലെങ്കിൽ ഹിമാലയനിലൊക്കെ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സംഗതിയാണത്. ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ലിവറുകളൊക്കെ തന്നെ അലുമിനിയം ലിവറുകളാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് മനോഹരമാണെന്ന് മാത്രമല്ല, അത്യാവശ്യം ലൈറ്റുമാണ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ക്ലാസിക്കിൻ്റേതായിട്ടുള്ള ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ തൊപ്പിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ രൂപത്തിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ പക്ഷേ ഉള്ളിലും പ്രകടനത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്ന ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് ക്ലാസിക് 350 എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല ടോർക്കിയാണ് വണ്ടി. അതായത് 40 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊടുത്താൽ വണ്ടി ആ ഒരു ഗിയർ തന്നെ കയറി പോകും, ഡൗൺ ചെയ്യാതെ തന്നെ കയറി പോകുന്നതാണ്. അപ്പോൾ 40 കിലോമീറ്റർ നമുക്ക് 4ാമത്തെ ഗിയറിൽ ഓടിക്കാം എന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയാം. ഞാൻ ഈ ക്ലാസിക് 350 ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ, അതായത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞു ക്രാങ്ക് വെയിറ്റ് ഇല്ലല്ലോ, പഴയ ബുള്ളറ്റിൻ്റെ ഫീൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഒരു പഴയ ഫീൽ അതെന്താണ് എന്നുള്ളത് ഇന്നും എനിക്ക് എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവിടെ ഞാൻ പോകുന്നില്ല. ഇനി ടയറൊക്കെ തന്നെ C8ൻ്റെ ടയറുകളാണ്. ചില വേരിയൻറ്റിന് അലോയ് വീൽ കൂടി അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഡാർക്ക് സ്റ്റീൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ ആ ഒരു കളറിന് അലോയ് വീൽസാണ്. ഇനി കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയാം. ഇപ്പോൾ ബൈബറിൻ്റെ ബ്രേക്ക് ഞാൻ കണ്ടു, അതായത് വലിയ ഡയമീറ്ററുള്ള ഡിസ്ക് ബ്രേക്കിലാണ്. കൂടാതെ എഞ്ചിൻ എന്ന് പറയുന്നത് J സീരീസ് എഞ്ചിനാണ്. കൺസോൾ ട്രിപ്പിൾ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ഭംഗിയൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏകദേശം 195 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വെയിറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് വെയിറ്റൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ബുള്ളറ്റിൻ്റെ പുതിയ ക്ലാസിക് 350 എന്ന് പറയുന്നത്. ഈ വെയിറ്റിൻ്റെ കാര്യം എടുത്തു പറയുന്നത് വെയിറ്റ് കുറവാണെന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ പറയേണ്ടതൊരു കാര്യം, ഈ ഒരു വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേരുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ്. ആ ഒരു ചോദ്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ആൻസർ ചെയ്യേണ്ടതില്ലേ. അതിലാദ്യം എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈബ്രേഷനെ കുറിച്ച് പറയണം എന്നുള്ളതാണ്. അപ്പോൾ വൈബ്രേഷൻ്റെ കാര്യം പറയുമ്പോൾ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എൻഫീൽഡുകളുടെ ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കിയാൽ തീരെ വൈബ്രേഷൻ ഇല്ലാത്ത വണ്ടി തന്നെയാണ്. അത് നിസ്സംശയം തന്നെയാണ്. എപ്പോഴോ ഒന്ന് ആ ഒരു മിറർ കുണുങ്ങി എന്ന് ചോദിച്ചാൽ തീരെ വൈബ്രേഷൻ ഇല്ലാതാണ്. നല്ല പെയിൻറ്റ് ക്വാളിറ്റിയാണ്. അത് ഞാൻ പെയിൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വണ്ടി ഒന്ന് കഴുകലൊക്കെ ഉണ്ടായി. അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം എടുത്ത് പറയണം, നല്ല പെയിൻറ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ക്രോം കളറിന് മറ്റ് കളറുകാരുടെ എന്താ പ്രൈസ് ഡിഫറൻറ്റ് വരുന്നത്, ആ ഒരു പ്രൈസിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കത് ചോദിക്കേണ്ടതുണ്ട്. കാരണം വണ്ടിയുടെ വില ഒരു ഓവറോൾ പ്രൈസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ക്രോമിൻ്റെ അത് പ്രശ്നം എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്രോമുള്ളൊരു വണ്ടിയാണ് നമുക്ക് ഓടിക്കാൻ കിട്ടിയത്. പിന്നെ പറഞ്ഞത് എന്താ പറയുക, സീറ്റ് കംഫർട്ടിൻ്റെ കാര്യമാണ്. സീറ്റ് കംഫർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഫ്റ്റ് സീറ്റാണ്. അത്യാവശ്യം നമുക്ക് നിലത്ത് 2 കാലം വയ്ക്കാവുന്ന ഒരു സീറ്റ് ഹൈറ്റ് കൂടിയുണ്ട്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.7 ആണ്. അപ്പോൾ സീറ്റിൽ വൈബ്രേഷൻ ഒന്നുമില്ല. ക്ലച്ചിൻ്റെ ഫീൽ ലൈറ്റ് ഫീൽ തന്നെയാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡുകളെ സംബന്ധിച്ച് അജഗജാന്തരം എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കൊച്ചി ടൗൺ മുഴുവൻ വണ്ടിയുമായി ഒരു ദിവസം മുഴുവൻ പോകുന്ന ഒരാൾ പറഞ്ഞു. ആ ഒരു സിറ്റി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് 40 കിലോമീറ്റർ 4ാമത്തെ ഗിയറിൽ ഓടിക്കാന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സുഖകരമായി തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പഴയ ബുള്ളറ്റുകളുടെ അത്ര എഫേർട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ഒരു സാധാ ബൈക്ക് റൈഡ് ചെയ്യുന്ന ഒരാളെന്ന് നൽകി എനിക്ക് പറയാൻ പറ്റും. അലോയ് വീൽസ് ഉള്ളൊരു മോഡൽ ഉണ്ട് എന്നുള്ളത് അത് മിക്കവാറും എക്സസൈസായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, കിക്കർ ഉണ്ടോ അതോ ഇലക്ട്രിക് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കിക്കറില്ല വണ്ടിക്ക്, കാരണം പുതിയ വണ്ടിക്കൊന്നും കിക്കറില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ പഴയ ക്ലാസിക് പുതിയ ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയത് ഒരു രക്ഷയുമില്ല. അതായത് ഈ ഒരു വണ്ടി കുറച്ചു കാലം മുന്നേ തന്നെ റോയൽ എൻഫീൽഡ് ഇറക്കേണ്ടതായിരുന്നു എന്നും ഫാൻസാണ് അതിന് തടസ്സമായത് എന്നെനിക്ക് തോന്നുന്നു. അതായത് റോയൽ എൻഫീൽഡിന് പേടിയായിരുന്നിരിക്കണം ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുമോ, ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ആളുകൾ വാങ്ങുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ ബുള്ളറ്റ് ക്ലാസിക് 350 എന്ന് പറയുന്നത് കാലികമാണ്. അതായത് മറ്റുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന് തന്നെയാണ് ഈ വണ്ടിയെ പറയാനുള്ളത്. ഇപ്പോൾ വൈബ്രേഷൻ കുറഞ്ഞപ്പോൾ എഞ്ചിൻ്റെ പഴയ ഫീൽ നഷ്ടപ്പെട്ടോ നോർമൽ ബൈക്ക് പോലെ ആയോ എന്ന് വെച്ചാൽ നോർമൽ ബൈക്ക് പോലെ ആവണമെന്നായിരുന്നു എൻ്റെയൊക്കെ ആഗ്രഹം. അതായത് വണ്ടി കാണുമ്പോൾ നല്ല ഒരു ക്ലാസിക് ലുക്കും ഓടിക്കാൻ തീരെ എഫേർട്ട്ലെസ്സും വേണമെന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ഒരു മനസ്സിലായിരുന്ന റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. ആ നിലയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ ചെയിൻ ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല. ചെയിൻ ഇടി എന്ന് പറയുന്നത് എഞ്ചിൻ നോക്കിങ് ആയിരിക്കണം. ഇപ്പോൾ പഴയ ക്ലാസിക് 350 ഓടിച്ച ആളുകൾ ശരിക്കും ചെയിൻ ഇടിക്കുമ്പോൾ ആ ഒരു നോക്കിങ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചു, കുറേ നേരം ഓടിച്ചാൽ ടാപ്പറ്റ് സൗണ്ട് വരുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയട്ടെ, ഏകദേശം എല്ലാ ഗിയറിലും റെഡ് ലൈൻ ചെയ്ത് അത്യാവശ്യം ടോപ്പ് സ്പീഡ് എടുത്ത് കുറേ ദൂരം ഓടിച്ച് തിരിച്ചു വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഹിമാലയയിൽ ഞാൻ കണ്ട ആ ഒരു ടയർഡ്നെസ്, വണ്ടിക്ക് തോന്നിയ ആ ഒരു ടയർഡ്നെസ്, ആ ഒരു ഫീല് പോലും ക്ലാസിക് 350 ഇല്ല. ഇത് കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ പുഴിഞ്ഞ റോഡിലൊക്കെ ഓടിക്കാൻ നല്ല കംഫർട്ടാണ്, പിൻസീറ്റ് യാത്ര കംഫർട്ടാണ്. ഇപ്പോൾ 100 കിലോമീറ്ററിൻ്റെ കാര്യം ചോദിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല, കാരണം കൂടിയ സ്പീഡിലും വണ്ടി നല്ല സ്മൂത്ത് ആണെന്നുള്ളതാണ്. പിന്നെ ഒരു കമൻറ്റ് സൗണ്ടാണ്, ഞാൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സൗണ്ട് കേൾപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി എഞ്ചിൻ്റെ ഹീറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ ഓടിച്ചപ്പോൾ അത്യാവശ്യം ഹീറ്റായി, എന്നാലും ഒരുപാട് ഹീറ്റ് ഉണ്ടാവുന്നില്ല. പിന്നെ എല്ലാം ക്രോമും എല്ലാം മെറ്റലും ആയതുകൊണ്ട് കാലുകൊള്ളാൻ നോക്കാം. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഹീറ്റായിട്ടും തോന്നുന്നില്ല, എന്നാലും ചെറിയ ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് നല്ലതാണ്, നന്നായി തന്നെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു പഴയ നോച്ച്നെസ് ഒന്നുമില്ല, വൃത്തിയായി ഷിഫ്റ്റ് ആവുന്ന ഗിയർ ബോക്സാണ്, അതൊക്കെ തന്നെ പറയണം. അപ്പോൾ മൈലേജ് ഉള്ള, വൈബ്രേഷൻ തീരെ കുറഞ്ഞ, നല്ല ക്വാളിറ്റി മെറ്റലുള്ള, നല്ല ബാക്ക് സീറ്റ് കംഫർട്ടുള്ള, അത്യാവശ്യം 1,84,000 ഷോറൂം കിട്ടുന്ന ഒരു നല്ല റോയൽ എൻഫീൽഡ് എന്നാണ് ഈ ക്ലാസിക് 350 പറയാനുള്ളത്. അതാണ് ഈ വണ്ടിയുടെ എന്താ പറയുക എൻ്റെ ഒരു ഫീല്. അതായത് എനിക്ക് ആവശ്യം ഇങ്ങനൊരു ക്ലാസിക് 350 ആണ്. നിങ്ങൾക്കോ? എന്നാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ അവിടെ എന്താണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.